എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവുനായ പ്രശ്നം. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു വിധി ഉണ്ടായിരിക്കുന്നു. അതായത് പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കോടതിയും അല്ലെങ്കിൽ മേനകാ ഗാന്ധിയൊക്കെ ഇതിനെതിരാണ് എന്നാണ്. അതൊരു മുടന്തനായം മാത്രമാണ്. ഓഗസ്റ്റ് 24 മുതൽ ജൂലൈ 25 വരെ 3,63,000 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. അതിൽ 50ഓളം പേർ മരിച്ചു. കൂടുതലും കുട്ടികളും മുതിർന്നവരും. തിരുവനന്തപുരത്ത് മാത്രം 50,870 പേർക്ക് കടിയേറ്റു. തൊട്ടു പിന്നിൽ കൊല്ലം 37,618, പിന്നീട് എറണാകുളം 37,086, ഏറ്റവും കുറവ് വയനാട് 5,719. ഒരു രാഷ്ട്രീയക്കാരനെ, ഒരു കാരണഭൂതന്മാരെയും ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം 40ഉം 50ഉം വണ്ടികളുടെ അകമ്പടി, മെഡിക്കൽ ടീം, ആംബുലൻസ്, ഡോക്ടർമാർ, നഴ്സുമാർ, അവരെ എങ്ങനെ ബാധിക്കും? അവരുടെ പ്രദേശങ്ങളിലേക്ക് ഇതൊന്നും കടന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ സാധാരണക്കാരുടെ കുട്ടികളും മുതിർന്നവരും തന്നെയാണ് ഏറ്റവും കൂടുതൽ കടിയേറ്റിട്ടുള്ളത്. മെഡിക്കൽ കോളേജുകളിൽ മരിച്ചു വീഴുന്നത്, അവർക്കൊക്കെ വിദേശ ചികിത്സ പ്രാപ്യമാണ്. നമ്മൾ ഡോക്ടർമാരെയും നഴ്സുമാരെയും എങ്ങനെ കുറ്റം പറയാൻ പറ്റും? 1000ഉം 1500ഉം പേര് നിരന്ന് നിൽക്കുമ്പോൾ അവർക്ക് ചികിത്സിക്കാൻ അങ്ങനെ പറ്റും. മതിയായ ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഉപകരണങ്ങൾ സപ്ലൈ ചെയ്തവർ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ ഇവർക്ക് ആദരിക്കൽ ചടങ്ങുകൾ, കോൺക്ലേവുകൾ, അതുപോലെ സംഗമങ്ങൾ, ഇതിനൊക്കെ വേണ്ടി അവർ എത്ര കോടിയും ചിലവാക്കും. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവരെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ നിവർത്തി വരുത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്ക് മാത്രം ഞങ്ങളുടെ വോട്ട് എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.